ലിറ്റിൽ ഹവാന സ്മോൾ കപ്പ് കണ്ട തീർന്നുപോയി. എനിക്കും കഴിക്കണൊക്കെ. സിഗരറ്റ് വലിക്കാൻ പാടില്ല കേട്ടോ. നമുക്ക് ചിക്കൻ കിട്ടിയില്ല. നമ്മളെങ്ങനെ മയാമിയിലെ അടുത്ത അട്രാക്ഷൻസ് സ്ഥലത്തെത്തിയൊക്കെയാണ്. ലിറ്റിൽ ഹവാന സ്ഥലത്തിൻ്റെ പേരിട്ടാ. അപ്പോൾ ഇവിടുത്തെ എന്താണ് പ്രത്യേകത എന്നുള്ളത് ഞാൻ പറയാം. ഈ സ്ഥലത്ത് നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറാണ് കറങ്ങാനായിട്ട് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഗൈഡ് പറഞ്ഞതനുസരിച്ച് സിഗാറ് അതുപോലെ തന്നെ കോഫി അതൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ് വന്നേക്കണത്. ഇനിയിപ്പോൾ നമ്മൾ എന്താണ് ലിറ്റിൽ ഹവാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്യൂബൻ എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്ന് പണ്ട് കാലത്ത് അമേരിക്കയിലേക്ക് ഒരുപാട് ആളുകൾ, അതായത് മയാമിയിൽ ഈ ഒരു സ്ഥലത്ത് വന്ന് തമ്പടിച്ചിട്ടുണ്ട്. അതിങ്ങനെ ഏകദേശം ഒരു 1.5 ലക്ഷത്തോളം ആളുകൾ അന്ന് ബോട്ട് വഴിയും അല്ലാണ്ടൊക്കെ വന്നിട്ടുണ്ടെന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ അതൊരു കമ്മ്യൂണിറ്റിയായി മാറി ാണ് ഇതൊരു ലിറ്റിൽ ഹവാന എന്ന് പേരിട്ടത്. അപ്പോൾ അവരുടേതായ കുറേ സിഗാറും പിന്നെ അതുപോലെ അവരുടെ ടേസ്റ്റി ആയിട്ടുള്ള കോഫിയൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ ഗെയ്സ് നമുക്കിതേ ഇവിടുത്തെ ക്യൂബൻ കോഫി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നേക്കാട്ടോ. സ്മോൾ കപ്പ് കണ്ട, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടുണ്ട് കേട്ടോ. സാധാ കപ്പ് ഇടണം. കൊള്ളാല, നല്ല മധുരം, വലിയ കയ്പില്ല കേട്ടോ. പാത്തു എങ്ങനെയുണ്ട്? പാത്തു റാസേ എങ്ങനെയുണ്ട് കാപ്പി? നല്ല ഭയങ്കര സ്ട്രോങ് ഫ്ലേവറാണ്. നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. തീർന്നുപോയി. അയ്യേ നല്ല വേണ്ടെന്ന് പാത്തു. വലിയ കയ്പില്ല, സാധാരണ കയ്പിൻ്റെ അത്രയില്ല. എനിക്കും കഴിക്കണൊക്കെ. ഇറങ്ങുന്നാണോ ഒട്ടിക്കലേ? പിടിച്ചോ പിടിച്ചോ. നമ്മളവിടെ നിന്ന് ചെറിയൊരു സിഗരറ്റ് വാങ്ങി. സിഗരറ്റ് വലിക്കാൻ പാടില്ല കേട്ടോ, പക്ഷേ നമ്മളൊരു സുവനീർ പോലെ ഇത് കണ്ട ഇതേ മാതിരത്തെ ഷേപ്പുള്ള ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സുവനീർ പോലെ വയ്ക്കാമല്ലോ, അതിന് വേണ്ടി വാങ്ങിയതാണ് ഒരെണ്ണം. ഭയങ്കര വലുതാണ്. ഈ മയാമിയിൽ വരുന്നവർ മസ്റ്റായിട്ട് വരുന്നൊരു സ്ഥലമുണ്ട് ഈ ലിറ്റിൽ ഹവാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റിൽ കൂടി നടന്നു കഴിഞ്ഞാൽ നിറച്ച് ക്യൂബൻ എന്താ പറയുക റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ, ഷോപ്പിംഗ് ഒക്കെ നടത്താൻ പറ്റിയിട്ടുള്ള ഷോപ്പുകൾ അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ഇതിങ്ങനെ നടന്ന് കാണാനാണെങ്കിൽ. പിന്നെ മാത്രമല്ല ഈ ക്യൂബൻ ഫുഡുകളും ഇവിടെ കിട്ടും. അതും ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ നമ്മൾ ഏതായാലും ഒരു ഷോപ്പിൽ കയറാമെന്ന് വിചാരിച്ചാൽ ഗൈഡാണെങ്കിൽ നമ്മൾ ഓരോ കടകളും ഇങ്ങനെ കാണിച്ചു തരേണ്ട, അവിടെ കയറി ഇവിടെ കയറി അത് കിട്ടും ഇത് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് ഈ കടകളെ കുറിച്ച് വല്ല വിവരം ഇല്ലാത്തതുകൊണ്ട് ആള് പറയണ കടയിലേക്കൊക്കെ തന്നെയാണ് നമ്മുടെ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ നമ്മൾ വലിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്താൻ പറ്റിയൊരു കടയിലേക്കാണ് കേട്ടോ കയറിയേക്കണത്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. നമുക്ക് മെയിനായിട്ട് ഈ സുവനീറുകളൊക്കെ വാങ്ങിക്കണമായിരുന്നു, അതിനാണ് കേട്ടോ വന്നേക്കണത്. എന്തോരം ഐറ്റംസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ പല ടൈപ്പിലുള്ള സുവനീറുകൾ. പിന്നെ അതേ എന്തോരം ടീഷർട്ടുകളാണെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യൂബൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മറ്റേ നമ്മുടെ കോഫിയിലെ ആ നേരത്തെ കാണിച്ചു തന്നത് അത് എല്ലാ കടകളിലും ഉണ്ട് കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള കോഫിയും ഉണ്ടാവും, പിന്നെ കോഫി പൗഡറും ഉണ്ടാവും. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. പക്ഷെ നമ്മളത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് വൺ ടൈമൊക്കെ അടിപൊളിയാണ്, പക്ഷേ നമ്മളത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഈ കടയിൽ സിഗാറിനൊക്കെ ഇത്തിരി റേറ്റ് കുറവായിരുന്നു കേട്ടോ. നേരത്തെ ചെന്ന ആ ഒരു ഷോപ്പിൽ എന്ത് റേറ്റ് ആയിരുന്നു എൻ്റെ പൊന്നെ. ഒരു സിഗരറ്റിന് തന്നെ ഏകദേശം $15 ആയിരുന്നു കേട്ടോ. അതാണ് ഏറ്റവും വില കുറവ്. ഏറ്റവും കുറഞ്ഞ ഒരു സിഗരറ്റാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും 100, 200, $300 നല്ല അടിപൊളി സിഗാറിൻ്റെ പാക്കറ്റുകളൊക്കെ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു സ്ട്രീറ്റിൽ മൊത്തം അതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് 1-2 ഐറ്റംസുകളൊക്കെ വാങ്ങി. ഇപ്പോൾ ദേ എന്തെങ്കിലും ഒരു ക്യൂബൻ ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞൂടെ, സ്നാക്സ് എന്തെങ്കിലും കഴിക്കാം. കാര്യം ലഞ്ചിൻ്റെ ടൈമൊക്കെ ആയി, എന്നാലും എന്തെങ്കിലും ഒരു സ്നാക്ക് കഴിക്കാമെന്നും പറഞ്ഞ് ഇതേ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ക്യൂബൻ ചിക്കൻ ഉണ്ടായിരുന്നില്ല. ക്യൂബൻ ചിക്കനാണ് കുറച്ച് ഫേമസ്. അത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബീഫാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച്, കാരണം ക്യൂബൻ ചിക്കൻ ഭയങ്കര ഇതാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അത് ഇത്തിരി ഫേമസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതേ ഒരു കുഞ്ഞ് സ്നാക്കാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മാത്രമല്ല നമ്മുടെ വണ്ടി വിടാനുള്ള ടൈം ആയതുകൊണ്ട് ആകെ ധൃതി പിടിച്ചായിരുന്നു. എനിക്കറിയായിരുന്നു. കൊള്ളാം.
ഒരുപാട് മസാലയൊന്നും ഉണ്ടെങ്കിൽ നല്ല ഉണ്ടാവും. നമുക്ക് ചിക്കൻ കിട്ടിയില്ല ഗൈസ്. ക്യൂബൻ ചിക്കനാണ് നമ്മൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. ഇതാണ് നമ്മുടെ ക്യൂബൻ കോഴിയുടെ ഒരു രൂപം വെച്ചേക്കണുണ്ടാവും. അപ്പോൾ ചിക്കൻ പെട്ടെന്ന് തീർന്നു പോയി. ഇവിടെ ക്യൂബൻ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസാണ്. ക്യൂബയിൽ മാത്രമുള്ളൊരു കോഴിയാണ് തോന്നുന്നത്. കൂടുതലൊന്നും അറിയില്ല, ഞാൻ പറയാം. എന്തായാലും ബീഫ് അടിപൊളിയാണ്. നമുക്ക് ഈ നടക്കണ വഴിയിലൊക്കെ കണ്ടില്ലേ ഇങ്ങനെ ഇവിടുത്തെ കോഴികളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ക്യൂബൻ ഡിഷസുകൾ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഇവിടെ എല്ലാ ഷോപ്പുകളിലും കിട്ടും അത്തരം ഫുഡുകൾ. നമ്മൾ ക്യൂബൻ ബീഫ് ടേസ്റ്റിലുള്ള ഒരു ഫ്ലേവറാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അടിപൊളിയായിരുന്നു ഫുഡൊക്കെ. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന, ഇവിടുത്തെ മിക്ക ഷോപ്പിൻ്റെയും ഫ്രണ്ടിലായിട്ട് ഒരു കോഴിയുടെ രൂപം വെച്ചേക്കണത്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണെന്നാണ് കേട്ടോ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും കൂടുതൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സിഗാറിൻ്റെ ഷോപ്പിൽ കയറിയില്ലേ, ഇവിടെ സിഗാറ് ഉണ്ടാക്കണ ഷോപ്പുകളൊക്കെ ഉണ്ട്. നമുക്ക് നേരിട്ട് ലൈവായിട്ട് കാണാൻ സാധിക്കും അത് ഉണ്ടാക്കണത്. എന്നിട്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് വാങ്ങിക്കാം. പക്ഷേ നമ്മൾ അത്തരം കടകളിലേക്കൊന്നും പോകാനുള്ള ടൈം കിട്ടിയില്ല കേട്ടോ. ഇത് ഒരുപാടുണ്ട്. ഈ സ്ട്രീറ്റ് ഇങ്ങനെ കണ്ടില്ലേ, ഇത് മൊത്തത്തിൽ ആ ഒരു ലിറ്റിൽ ഹവാന എന്ന് പറയുന്ന ആ ഒരു സ്ട്രീറ്റാണ്. പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ടൊന്നും നടന്നാൽ തീരത്തൊന്നുമില്ല. അതിന് മാത്രമായിട്ടൊക്കെ നമ്മൾ വരണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി പോവാം, ഒന്ന് കാണാം, അങ്ങനെയാണല്ലോ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അടിപൊളിയായിരുന്നു. ആ ഒരു ക്യൂബ് എന്നുള്ള ആ ഒരു അവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ക്യൂബയിൽ വന്ന പോലെയാണ് തോന്നുക. അങ്ങനെയാട്ടോ പറയാം. നിങ്ങളിപ്പോൾ റോട്ടിലൊരു റോബോട്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലത്തെ ഒരു മോഡലാണ്. ഇവിടെ ഫുഡ് ഡെലിവറി ചെയ്യണത് അങ്ങനത്തെ റോബോട്ടിലാണെന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ അത്തരം കാഴ്ചകളൊക്കെ നമുക്ക് നടന്നു പോകുമ്പോഴൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു ലിറ്റിൽ ഹവാന. ഇനിയിപ്പോൾ നമ്മളിതേ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു ഉച്ച ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ഇറങ്ങാൻ പോകുന്ന സ്ഥലത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത് ഏത് സ്പോട്ടാണെന്നുള്ളത് നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടാനായിട്ട് അതിൻ്റെ പേര് ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്. ആർക്കെങ്കിലും വല്ല ഐഡിയ കിട്ടിയോ? എന്തായാലും നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. അടുത്ത വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറന്നു പോവല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.